ഇറാന്റെയും ഉത്തര കൊറിയയുടെയും ഭീഷണി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നും ശത്രു രാജ്യങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന മിസൈൽ പരീക്ഷിക്കുകയാണ് അമേരിക്ക. മൂന്നാം ലോക മഹായുദ്ധത്തിന് അരങ്ങൊരുങ്ങുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് അമേരിക്ക ഈ അതിനൂതനമായ ആണവ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത്. മിന്യൂട്ട്മാൻ 3 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് വിക്ഷേപിച്ചത്. പരിശീലനത്തിന്റെ ഭാഗമായി റഷ്യ അവരുടെ യാർസ് എന്ന ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്ക ഈ പരീക്ഷണം വിജയകരമായി നടത്തിയത്. മിസൈൽ വിക്ഷേപണം നേരത്തെ തീരുമാനിച്ചിരുന്നതാണെന്നും നിലവിൽ ലോകത്ത് നടക്കുന്ന ഒരു സംഭവത്തോടുമുള്ള പ്രതികരണമല്ലെന്നും അമേരിക്കൻ വ്യോമസേന വ്യക്തമാക്കി. വിശ്വസനീയമായ ഒരു പ്രതിരോധം തീർക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്നും അവർ വിശദീകരിക്കുന്നു. മിനിറ്റ്മാൻ 3യുടെ പരീക്ഷണ വിക്ഷേപണം അമേരിക്കൻ ആണവസേനയുടെ സന്നദ്ധത, കൃത്യത, പ്രൊഫഷണലിസം എന്നിവയുടെ വിജയമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അമേരിക്കൻ വ്യോമസേനയുടെ ആക്ടിംഗ് സെക്രട്ടറി ഗാരി ആഷ്വർത്ത് വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ ആണവ പ്രതിരോധത്തിന്റെ കരുത്തും ഫലപ്രാപ്തിയും സംബന്ധിച്ച കാര്യങ്ങളിൽ ഈ നേട്ടം വലിയ തോതിൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ മിസൈൽ സംവിധാനത്തിന്റെ കഴിവ് വിലയിരുത്തുവാൻ ഇതിലൂടെ കഴിഞ്ഞുവെന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് കരുതുന്നത്. മണിക്കൂറിൽ 15,000 മൈൽ താണ്ടാൻ ശേഷിയുള്ളതാണ് അമേരിക്കയുടെ ഈ പുതിയ ആണവ മിസൈൽ. പുതിയ പരീക്ഷണത്തിൽ 22 മിനിറ്റ് കൊണ്ട് 4200 മൈലാണ് മിസൈൽ പിന്നിട്ടത്. ലോകത്തെവിടെയും 30 മിനിറ്റ് കൊണ്ട് എത്തി ആക്രമണം നടത്താൻ മിനിറ്റ്മാൻ 3ക്ക് കഴിയുമെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അമേരിക്കയ്ക്ക് ഭീഷണിയുയർത്തുന്ന രാജ്യങ്ങളായ റഷ്യയുടെയും ചൈനയുടെയും തലസ്ഥാന നഗരങ്ങളായ മോസ്കോയും ബീജിംഗും കാലിഫോർണിയയിൽ നിന്ന് 6000 കിലോമീറ്റർ മാത്രം അകലെയാണ് എന്നത് ഈ സന്ദർഭത്തിൽ ഏറെ പ്രസക്തമാണ്. ഈ മിസൈലിന് 3 MK-12A ന്യൂക്ലിയർ വാർഹെഡുകളും വഹിക്കാൻ കഴിയും. ഇവ ഓരോന്നിനും 35,000 ടൺ TNT വഹിക്കാൻ കഴിയും. 21ാം നൂറ്റാണ്ടിന്റെ പ്രതിരോധ വെല്ലുവിളികൾ നേരിടാൻ ഈ മിസൈൽ പരീക്ഷണം അമേരിക്കയ്ക്ക് ഏറെ സഹായകരമാകും. ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകളെ കൂടാതെ അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്ന സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്കയ്ക്ക് സ്വന്തമാണ്.